തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 2 വീലർ റോഡ് സൈഡിൽ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ആർക്കും നാം തടസ്സമാവുകയോ നമ്മളിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടോ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين وعلى آله وأصحابه وأتباعه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ദിനത്തിൻ്റെ എല്ലാവിധ പവിത്രതയും ഉൾക്കൊള്ളുവാനും അതിൻ്റെ പോരിശ നേടുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ആദ്യമായി എൻ്റെ പേരിലും ജമാഅത്ത് ഭാരവാഹികളുടെ പേരിലും എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിൻ്റെ രൂപവും പറഞ്ഞ് ചെറിയ 2 ഖുതുബയും പിന്നീട് എല്ലാവരും സന്തോഷത്തോടുകൂടെയുള്ള ബലിപെരുന്നാൾ സന്ദേശം കൈമാറിക്കൊണ്ട് ദുആ വസിയത്തോടുകൂടെ പിരിഞ്ഞ് പിന്നീട് ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണമെന്ന് ആദ്യമായിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മെ സഹായിക്കുമാറാകട്ടെ. വണ്ടിയുടെ തടസ്സം നീക്കാത്തവരുണ്ട് എങ്കിൽ അതൊന്ന് നീക്കി കൊടുക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ബഹുമാനികളെ, ഇന്നത്തെ ഈ ദിവസത്തിൽ നാം ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിലോകത്ത് ജീവിച്ചു പോയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തെയുമാണ് ഏറ്റവും കൂടുതൽ ഈ ദിവസത്തിൽ നാം സ്മരിക്കുന്നത്. ബലിദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മറ്റേത് കർമ്മവുമാണെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ മഹാനായ പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുകയും ആ മഹാനായ പ്രവാചകനെ ഓർക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു അനുഗ്രഹം നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു യഥാർത്ഥ അടിമയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും സ്നേഹവും പ്രീതിയും കരസ്ഥമാക്കാൻ കഴിഞ്ഞു ജീവിതം കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജീവിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി നിലകൊണ്ടു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠവും അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ
ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് വേണ്ടി അവൻ നിലകൊള്ളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് എങ്കിൽ ഇത് ജീവിതത്തിലൂടെ അന്വർത്ഥമാക്കി കാണിക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്നും ഒരു കാര്യമുണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങളാണ് തിരിച്ചു കൊടുത്തത്. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്നുണ്ടായത്? ശാകിറൻ ലി അൻഉമിഹി, ശാകിറൻ ലി അൻഉമിഹി, തനിക്ക് ചെയ്തു തന്നേക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുണ്ടായിരുന്നു. ശാകിറൻ ലി അൻഉമിഹി, അല്ലാഹു തആല തനിക്ക് നൽകിയേക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ബോധമുള്ള അടിമയായിരുന്നു ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ശാകിറൻ ലി അൻഉമിഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ അവർക്ക് കൊടുത്തേക്കുന്ന നേട്ടങ്ങളാണ് പിന്നീട് പറയുന്നത്. ശാകിറൻ ലി അൻഉമിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്തിരുന്നു. ശേഷം എന്തുണ്ടായത്? ഇജ്തബാഹു വഹദാഹു വആതൈനാഹു ഫിദ് ദുനിയാ ഹസന വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. 4 നേട്ടങ്ങളാ പറയുന്നത്. ഉണ്ടായത് ഒന്നേ ഉള്ളൂ. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദിയുള്ള ഒരു അടിമയായിട്ട് ഞാൻ ജീവിക്കണമെന്നൊരു തീരുമാനമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്നുണ്ടായത്. അല്ലാഹു തആല എന്തൊക്കെ ചെയ്തു? ഇജ്തബാഹു, സൃഷ്ടികളിൽ നിന്നും മഹാനവറുകളെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു. വഹദാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗത്തിലേക്ക് മാർഗദർശനം കൊടുക്കുകയും ചെയ്തു. വആതൈനാഹു ഫിദ് ദുനിയാ ഹസന, ഭൂമിയിൽ വലിയ അംഗീകാരം നൽകുകയും ചെയ്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, പരലോകത്തിലാണെങ്കിലോ സജ്ജനങ്ങളോടുകൂടെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്ഥാനം. എന്തേ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയേക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. സത്യത്തിൽ അങ്ങനെയാണോ നടക്കുന്നത്? പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിഹസിക്കുന്നതിന് തുല്യമാണ് പലപ്പോഴും നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ. അങ്ങനെയായിരുന്നോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം? അല്ല എന്നത് വിശുദ്ധ ഖുർആൻ ശരീഫ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ശാകിറൻ ലി അൻഉമിഹി, അനുഗ്രഹങ്ങൾക്ക് നന്ദി ബോധമുള്ള അടിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇജ്തബാഹു, അവരെ ഞാൻ തെരഞ്ഞെടുത്തു. വഹദൈനാഹു, സന്മാർഗത്തിൽ നാം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ദുനിയാവിൽ വലിയ സ്ഥാനങ്ങൾ നൽകി, വലിയ അംഗീകാരം നൽകി. ദുനിയാവിലുള്ള അംഗീകാരം എന്താ? എല്ലാ സമുദായവും അവരെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ക്രൈസ്തവ സമുദായവും അതുപോലെ തന്നെ യഹൂദി സമുദായവും എല്ലാവരും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്മുടെ പ്രവാചകനാണെന്നാണ്. ക്രൈസ്തവ സമൂഹം പറയുന്നത് നമ്മുടെ നേതാവാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന്. എന്നാൽ അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തള്ളി പറയുകയാണ്. യഹൂദികളാണെങ്കിലോ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ തള്ളി പറയുകയാണ്, ജാരസന്തതിയാണെന്ന്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്മുടെ പാർട്ടി എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തിരുത്തി പറയുന്നുണ്ട്. മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യാ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യഹൂദിയോ നസ്രാനിയോ എന്നല്ല, നല്ല യഥാർത്ഥ പച്ചയായ മുസ്ലിമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരാണെന്നറിയുമോ? ലല്ലദീന തബഊഹു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയവരാണ്. വഹാദൻ നബിയു, ഈ പ്രവാചകനുമാണ്. വല്ലദീന ആമനു, മുഅ്മിനീങ്ങളുമാണ്. നമ്മളാണ്, നമ്മുടെ നേതാവായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുകയാണ്. വെറുതെ അങ്ങനെ കേട്ടു പോയാൽ പോരാ, അത് അങ്ങനെ തന്നെയാണ് എന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരുമായിട്ടാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായിട്ടാണ്. ജനിച്ചു കഴിഞ്ഞാൽ ചേലാകർമ്മം ചെയ്യുന്നില്ലേ? അത് ആരുടെ ചര്യയാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചര്യയാണ്. മുടി കളയുന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചര്യയാണ്. മീശ വെട്ടുന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചര്യയാണ്. താടി വളർത്തുന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചര്യയാണ്. ഏത് കാര്യത്തിലാണ് ഇല്ലാത്തത്? നിസ്കാരത്തിന് വേണ്ടി കൈ കെട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് എന്താ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. ഇതാര് പറഞ്ഞതാ? വിശുദ്ധ ഖുർആൻ ശരീഫിൽ സാക്ഷിയാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളാണ്.
അതാണ് കൈകെട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ പറയുന്നത്. നിസ്കാരത്തിന്റെ അവസാനം നമ്മൾ പറയുന്നത് എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കഴിഞ്ഞിട്ട് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. നിസ്കാരത്തിൽ ഉടനീളവും നമ്മൾ പറയുന്നതും അതാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറയുന്നില്ലേ? അവ്വലു മൻ ഖാല അല്ലാഹു അക്ബർ ഇബ്രാഹിം അലൈഹിസ്സലാം. ആദ്യമായിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞത് ആരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. പറഞ്ഞത് എന്ന് മാത്രമല്ല, അതിന്റെ അർത്ഥം ഉൾക്കൊള്ളുകയും ചെയ്തത്. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവാണ് വലുത്, അള്ളാഹുവാണ് എനിക്ക് മറ്റെല്ലാത്തിനേക്കാളും വലുത് എന്ന് ജീവിതത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്. സഹധർമ്മിണിയെയും സന്താനത്തിനെയും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ഇടണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു അക്ബർ എന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ്. ഇല്ലാതിരുന്ന കുട്ടി ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദീർഘകാലം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതായ കുട്ടിയെ അറുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന കൊടുത്തപ്പോ ശങ്കിച്ചു നിന്നോ? അല്ലാഹു അക്ബർ, എനിക്ക് വലുത് അള്ളാഹുവാണ് എന്ന് ജീവിതത്തിലൂടെ കാണിക്കുകയാണ് ചെയ്തത്. ആദ്യമായിട്ട് അല്ലാഹു അക്ബർ പറയുകയും അത് ജീവിതത്തിലൂടെ അന്വർത്ഥമാക്കി ലോകത്തിന് മുമ്പിൽ കാണിക്കുകയും ചെയ്ത പ്രവാചകനാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ആ അല്ലാഹു അക്ബർ അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും പറയുന്നതും? 5 നേരം പള്ളികളിൽ നിന്ന് നമ്മൾ എത്ര പ്രാവശ്യം കേൾക്കുന്നുണ്ട് അല്ലാഹു അക്ബർ എന്നുള്ള വാക്ക്? അല്ലാഹു അക്ബർ എന്നുള്ള വാക്ക് നമ്മൾ എത്ര പ്രാവശ്യം കേൾക്കുന്നുണ്ട്? 4 പ്രാവശ്യം ആദ്യവും, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മുമ്പ് പിന്നെയും കേൾക്കുന്നുണ്ട്. നിസ്കാരത്തിൽ മുഴുവനും നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ ആണ്. ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ചെവിയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കേൾപ്പിക്കുന്ന വചനം ഏതാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാക്കാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. 4 പ്രാവശ്യമാണ് കേൾപ്പിക്കുന്നത് അല്ലേ? കുട്ടിയോട് പറയുന്നത് എന്താ? അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് വലിയത്. ഇതിനെ അന്വർത്ഥമാക്കി പോയ ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അതിൽ ആശയമാണ്. എന്നിട്ട് കുഞ്ഞിനോട് നമ്മൾ പറയുന്നത് എന്താണ്? അള്ളാഹുവാണ് വലിയവൻ, നീ വലിയവനാകാൻ നോക്കണ്ട, നീ വലിയവനാകാൻ നോക്കണ്ട, അള്ളാഹുവാണ് ഇവിടെ വലിയവനെന്ന് നമ്മൾ ജനിക്കുന്ന കുഞ്ഞിനോടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളാണ് പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ എന്താ പറയണത്? അപ്പോഴും 4 അല്ലാഹു അക്ബർ ആണ്. മയ്യിത്ത് നിസ്കാരത്തിന് തക്ബീറുകൾ 4 ആണല്ലോ. അവിടെയും നമ്മൾ പറയുന്നത് 4 തക്ബീറുകളാണ്. ബഹുമാനികളെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് അവരെ പിൻപറ്റിയവരും ഈ പ്രവാചകനും മുഅ്മിനീങ്ങളുമായ നമ്മളാണ് എന്ന് പറയുമ്പോൾ ബഹുമാനികളെ, ആ ജീവിതം അങ്ങനെ തന്നെ ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനും നാം തയ്യാറാകണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുള്ള നല്ല ഒരു മാതൃകയാണ് നാം ബലി കൊടുക്കുന്നത്, ബലിയർപ്പണം നടത്തുന്നത്. അതിലൂടെയും നമ്മൾ പറയുന്നത് എന്താ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന് കൊടുക്കാൻ നാം തയ്യാറാണ് എന്ന ഒരു ധ്വനിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമാലുകളും സ്വീകരിക്കുമാറാകട്ടെ. ബലിദാനത്തിൽ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണമെന്ന് ഒന്നുകൂടി ഞാൻ ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രസിഡന്റ് അവർക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിലേക്ക് കടക്കാം. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരോടും പെരുന്നാൾ സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സദഖല്ലാഹ്. ഏറെ ആദരവുള്ള ബഹുമാനം നിറഞ്ഞ നമ്മുടെ മഹല്ലിൻ്റെ ഇമാം ഉസ്താദ് സുഹൈൽ ബാക്കവി, മറ്റുസ്താദുമാരെ, ബഹുമാന്യരായ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, അംഗങ്ങളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹാദരവുള്ള സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും കുടുംബത്തിനും കുറുക്കഞ്ചേരി മുസ്ലിം ജമാഅത്തിൻ്റെ ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ ആശംസകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമാക്കപ്പെട്ട ഈ സുദിനത്തിൽ ഇവിടെ ഒരുമിച്ച് ചേർത്തതുപോലെ നാളെ നമ്മെയും
നമ്മുടെ കുടുംബങ്ങളെയും അവൻ്റെ മഹത്തായ ജന്നത്തുൽ ഫിർദൗസിലും ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഏവർക്കും അല്ലാഹു തആല സന്തോഷവും സമാധാനവും റഹ്മത്തുമുള്ള ബർസഖിയായ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ, ദുൽഹജ്ജ് മാസം 10, പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 പകലുകൾക്ക് ഇന്ന് വിരാമമാവുകയാണ്. കഴിഞ്ഞ 1.5 മാസത്തോളമായി പള്ളികളിലെ മെമ്പറുകളിലും ഇൽമിന്റെ സദസ്സുകളിലുമെല്ലാം ദുൽഹജ്ജ് മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചുകൊണ്ട്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചുകൊണ്ട്, ശേഷം നടക്കാനിരിക്കുന്ന ഉളുഹിയ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കൊണ്ടുള്ള പ്രകീർത്തനങ്ങളും ചർച്ചകളുമാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 5ാമത്തേതായ ഹജ്ജ് കർമ്മം അവിടെ പൂർത്തിയായിരിക്കുകയാണ്. അൽഹംദുലില്ലാ. പറയത്തക്ക അപകടങ്ങളോ മറ്റുള്ള പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ അത് പൂർത്തിയാക്കാൻ സാധിച്ച സർവശക്തനായ നാഥന് സർവസ്തുതിയും. അൽഹംദുലില്ലാ. എന്താണ് മാനവ സമൂഹത്തിന് ഹജ്ജ് നൽകുന്ന സന്ദേശം? എന്താണ്? അതിലൊന്നാമത്തേത് തൗഹീദ് തന്നെയാണ്. തൗഹീദിന്റെ പ്രഖ്യാപനമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. രണ്ടാമത്തേത് ആ തൗഹീദിനെ ഉയർത്തിപ്പിടിക്കാൻ, ആ തൗഹീദിന്റെ പ്രഖ്യാപനവുമായി 4000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് അവതരിക്കപ്പെട്ട ഒരു മഹാപ്രവാചകന്റെയും ആ കുടുംബത്തിന്റെയും മാനസിക സംഘർഷങ്ങളിലൂടെയും ശാരീരിക പീഡനങ്ങളിലൂടെയുമുള്ള കടുത്ത പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് നടത്തിയ ത്യാഗനിർഭരമായ ആ കുടുംബത്തിന്റെ ചരിത്ര സ്മരണകൾ ഉയർത്തുക എന്നുള്ളതാണ് ഹജ്ജ് കൊണ്ടിന്റെ വിവക്ഷ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹജ്ജിന്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ സുഹൃത്താണ് എന്ന് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്നു. എന്നിട്ടും കടുത്ത, വളരെയധികം സാധാരണ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അല്ലെങ്കിൽ വിവരിക്കാൻ കഴിയാത്തത്ര കഠിനമായ പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകന്മാരെല്ലാവരും തന്നെ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് തൗഹീദിന്റെ അവരെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാരിച്ചൊരു ഉത്തരവാദിത്വം അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവരിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ തരണം ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളുമെല്ലാം നൽകിക്കൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാർക്കും അതുപോലെയുള്ള കഠിനമായ പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിട്ടുള്ളത്. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കയ്യിൽ കൊടുക്കലല്ലോ ചെയ്തത്. നീണ്ട 23 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ, പ്രവാചകന്റെ ചരിത്രം വലിയ വലിയ സംഘർഷങ്ങളിലൂടെയും മാനസിക പീഡനങ്ങളിലൂടെയുമാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. ഏഴ് മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പ്രവാചകന് കൊടുത്തിട്ടും മരണസമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹു ഒരൊറ്റ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6 മക്കളുടെ മരണവും പ്രവാചകൻ കണ്ടു, അതിൽ 3 ആൺമക്കളടക്കം. ഇത്രയും ഏറെ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ഓരോ പ്രവാചകന്മാരും അവന്റെ പ്രബോധനം, തൗഹീദിന്റെ പ്രഖ്യാപനം ഈ ഭൂമുഖത്ത് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് ആദ്യമായിട്ട് വഹി ലഭിക്കുമ്പോഴും നീ വായിക്കേ എന്ന്, മുഹമ്മദെ നീ വായിക്കേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോഴും പറയുന്നത് എനിക്കറിയില്ല, രണ്ടാമതും പറയുന്നു അറിയില്ല, മൂന്നാമത് ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ ശക്തമായ രീതിയിൽ ആലിംഗനം ചെയ്യുകയും ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി കൊടുത്തത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ ഒരു മാനസികമായിട്ടുള്ള ആ സമയത്തുള്ള പിരിമുറുക്കം,
ഏതാനും ദിവസങ്ങളോളം അദ്ദേഹത്തെ വല്ലാതെ പിടിച്ചൊലച്ചു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നീട് വഹി വരാതായപ്പോഴും അദ്ദേഹം വളരെയധികം മാനസിക സംഘർഷത്തിലായിരുന്നു. ഇതുപോലെ ഓരോ ഘട്ടങ്ങളിലും കഠിനമായിട്ടുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെയാണ് ഓരോ പ്രവാചകന്മാരും അവരുടെ ദൗത്യങ്ങൾ നിറവേറ്റിയെടുത്തത്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാനസികമായി ശാരീരികമായി ജീവിത സാഹചര്യങ്ങളുമായിട്ട് വളരെയധികം പ്രയാസപ്പെടുത്തിക്കൊണ്ട് തീച്ചൂളയിലൂടെ നടത്തുന്നതിന് സമാനമായിട്ടുള്ള അവസ്ഥകളെ വരുത്തിക്കൊണ്ടാണ് അവരെ സംസ്കരിച്ചെടുക്കുന്നത്, ആ ദൗത്യം പൂർത്തിയാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, എന്റെ പ്രകാശം, എന്റെ അടിമകൾക്ക് ഞാൻ നൽകുന്ന പ്രകാശം വായ കൊണ്ട് ഊതിക്കെട്ടാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി ഞാനത് തീർച്ചയായും അവരിലേക്ക് എത്തിക്കും. എങ്ങനെ? ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെ, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെ, അവരുടെ മനസ്സുകൂടെ, അവരുടെ സംസാരത്തിലൂടെ അത് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അടിമകളിലേക്ക് എൻ്റെ പ്രകാശം എത്തിക്കുമെന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനമാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രവാചകന്മാരുടെ ജീവചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിലേറ്റവും പ്രബലനായിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു മഹാവ്യക്തിത്വവും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇതുപോലെ ഇവരുള്ള പ്രവാചകന്മാരുടെ നീണ്ട ദൗത്യങ്ങളും പോരാട്ടങ്ങളുമാണ് വനാന്തരങ്ങളും മരുഭൂമികളും സമുദ്രങ്ങളും കടന്നുകൊണ്ട് കോടിക്കണക്കിന് ബില്യൺ കണക്കിന് മനുഷ്യരുടെ ഇടയിലേക്ക് തൗഹീദിന്റെ മന്ത്രം എത്തിക്കാൻ അല്ലാഹു തആലക്ക് സാധിച്ചത്. ആ ഒരു വിളി കേട്ടുകൊണ്ടാണ് എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തരായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നവർ, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ വെച്ച് പുലർത്തുന്നവർ, വിവിധ തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ, യാതൊരുവിധ മുഖപരിചയങ്ങളോ മുൻപരിചയങ്ങളോ ഇല്ലാത്ത എല്ലാവരും ഒരേ ലക്ഷ്യം ആക്കിക്കൊണ്ട് പരിശുദ്ധമായിട്ടുള്ള ഹറമിലേക്ക് എത്തിച്ചേരുന്നത് ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹുവിനെ അടിമകളാണ് എന്നുള്ള ബോധത്തോടു കൂടി കൊണ്ട് അതിനെ സൃഷ്ടിച്ച, പരിപാലിച്ച, സംരക്ഷിച്ച, ജീവിപ്പിക്കുന്ന, ജനിപ്പിക്കുന്ന, ജീവിപ്പിക്കുന്ന, വീണ്ടും നമ്മളെ മരിപ്പിക്കുകയും ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന ഏകനായ റബ്ബിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഹറമിൽ നടക്കുന്നത്. അതാണ് പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മത്തിൻ്റെ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൗഹീദിന്റെ മന്ത്രങ്ങൾ മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ അടയാളങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ വന്നിട്ടുള്ള എല്ലാ ഹാജിമാർക്കും മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് അല്ലാഹു തആല സ്വീകാര്യയോഗ്യമായ ഹജ്ജാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചാൽ, അള്ളാഹു അത് സ്വീകാര്യയോഗ്യമാക്കിയാൽ, ഗർഭാശയത്തിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന്റെ പരിശുദ്ധി എത്രമാത്രമാണോ ആ പരിശുദ്ധിയോട് കൂടിയിട്ടാണ് അവർ കഅബാലയം വിട്ട് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ മഹല്ലിൽ നിന്നുകൊണ്ട് ഈ വർഷത്തെ പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മത്തിന് പോയിട്ടുള്ളത് 2 വ്യക്തികളാണ്. നമ്മുടെ ബഹുമാന്യനായപ്പെട്ട അബ്ദു ഹാജിയുടെ മകൻ ആഷിഖ് അബ്ദുവും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുമാണ്. അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഹജ്ജ് നേരിട്ടുള്ള എല്ലാവരുടെ പ്രാർത്ഥനകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നേരത്തെ പ്രവാചകൻ സൂചിപ്പിച്ച ആ പരിശുദ്ധിയോടുകൂടി അവർക്ക് തുടർന്നുള്ള ജീവിതം നയിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കൂടുതലായിട്ട് പറയാൻ സമയം അനുവദിക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 8 മണിയാണ് നമ്മൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട് സമയം തീരുമാനിച്ചിരുന്നത്. വൈകിയതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം നമ്മുടെ ഉദ്ഹിയ്യത്തിന്റെ അറവാണ് നടക്കുന്നത്. ബലികർമ്മം നടക്കും. ഷൈർ എടുത്തിട്ടുള്ള എല്ലാവരും അതിൽ പങ്കാളികളാകണമെന്നും എല്ലാവരും ഗ്രൗണ്ടിലേക്ക് എത്തണമെന്നും വിനീതമായിട്ട് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ ഷൈറുകാർക്കുള്ള അവരുടെ മാംസം ഉച്ചയ്ക്ക് 1:30 മണി മുതൽ ഗ്രൗണ്ടിലുള്ള ഷെയർ കൗണ്ടറിൽ നിന്നുകൊണ്ട് നേരിട്ട് വിതരണം ചെയ്യും. ബാക്കി വരാത്തവർക്കെല്ലാം റൂട്ടുകളിലേക്ക് 2:30 ശേഷം വാഹനത്തിൽ എത്തിച്ചു തരുന്നതാണ്. മഹല്ല് അംഗങ്ങൾക്ക് മാംസം വിതരണം ചെയ്യുന്നത് അസ്ർ നമസ്കാരത്തിന് ശേഷം 4:30 മുതലാണ്. ബഹുമാന്യരായിട്ടുള്ള എല്ലാ അംഗങ്ങളും വരിസംഖ്യ അടയ്ക്കുന്ന നിങ്ങളുടെ ആ വരിസംഖ്യ ബുക്ക് കൊണ്ടുവരണമെന്ന് അറിയിക്കുന്നു. കാരണം ഉദ്ഹിയ്യത്ത് മഹല്ല് ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ മഹല്ലിലെ അംഗങ്ങൾ ഷെയറിട്ടുകൊണ്ട് ഒരുപാട് പേരുടെ ആ പ്രയത്നം, അവരുടെ നെയ്യത്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മഹല്ല് കമ്മിറ്റി തീർച്ചയായിട്ടും അതിനെ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കമ്മിറ്റി നേരിട്ട് നടത്തുന്നതല്ല, എല്ലാവരും കൂടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹദിയ, ആ മാംസ വിതരണം വ്യക്തികൾക്കല്ല, കുടുംബങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് പ്രത്യേകം ഉണർത്തുന്നത്. ഒരു കുടുംബത്തിൻ്റെ
ലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരിസംഖ്യയുടെ ബുക്ക് എത്തിക്കാൻ പറയുന്നത്. അതിൽ മറ്റ് യാതൊരു വിധത്തിലുള്ള മറ്റു വിഷയങ്ങളില്ല എന്ന് ഉണർത്തുന്നു. 5 വർഷം 6 വർഷമൊക്കെ ആയിട്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെടാത്ത പലരുടെയും അല്ലെങ്കിൽ പള്ളിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളില്ലാത്ത കുറച്ച് പേരുടെ ലിസ്റ്റുകൾ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരോടേക്ക് വരികയാണെങ്കിൽ സെക്രട്ടറിയുമായിട്ട് പന്തലിൽ ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ പെരുന്നാളിനെല്ലാം നമ്മൾ ഉണർത്തിയിരുന്നു. മഹല്ലിലുള്ള അവിവാഹിതരായിട്ടുള്ളവർക്കുള്ള പ്രീമാരിറ്റൽ കോഴ്സും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമെല്ലാം നോട്ടീസ് മുഖാന്തരങ്ങളും ഇവിടുത്തെ അനൗൺസ്മെന്റിലും ജനറൽ ബോഡി എടുത്ത തീരുമാനങ്ങളെല്ലാവരും അറിഞ്ഞിരുന്നു. അതനുസരിച്ച് നമ്മൾ പ്രീമാരിറ്റൽ കോഴ്സും മറ്റുള്ളെല്ലാം നടത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അത് വളരെ പ്രയോജനകരമായ വളരെ ഉപകാരപ്രദമായ ഒരു കോഴ്സായിരുന്നു എന്നാണ് അതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥിനികളുടെയും ഫീഡ്ബാക്ക്, അവരുടെ അഭിപ്രായങ്ങൾ. തീർച്ചയായിട്ടും അത് പങ്കെടുത്തില്ലെങ്കിൽ വലിയ നഷ്ടമായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥികൾക്കുള്ള അവസരം വരുന്നത് അടുത്ത വർഷം ഇതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അതനുസരിച്ച് എല്ലാവരും തയ്യാറായിരിക്കണമെന്നും ആ സമയത്തെ ക്ലാസിന്റെ ടൈം മുൻകൂട്ടി അറിയിക്കുന്നതാണ്. അതിൽ പങ്കെടുക്കണമെന്നും വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വേനലവധി കഴിഞ്ഞ് നമ്മുടെ മദ്രസ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു. മദ്രസ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഈ മദ്രസയിൽ തുടർ പഠനം നടത്താതെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ 6ാം ക്ലാസ്സിന് ശേഷം 7ാം ക്ലാസ്സിലേക്ക് വരാത്ത കുറെ കുട്ടികളുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ രക്ഷിതാക്കളോടെ ഈ സദസ്സിലുണ്ടാകും. എല്ലാവരും മക്കളെ പറഞ്ഞയക്കണമെന്നും അവരെ ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസം നിർബന്ധമാക്കണമെന്നും ഒരിക്കൽ കൂടി നിങ്ങളോട് അറിയിക്കുകയാണ്. പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, അതൊരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഈ വർഷം മുതൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി എല്ലാ മദ്രസകളും സ്മാർട്ട് ക്ലാസ് ആക്കണമെന്നുള്ള നിർദ്ദേശവും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയിലും ഒരു ക്ലാസ് റൂമെങ്കിലും നമുക്ക് സ്മാർട്ട് ക്ലാസ് ആക്കിയിട്ട് ഈ വർഷം തന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഏകദേശം പ്രതീക്ഷിക്കുന്ന ചെലവ് ഇൻഷാ അല്ലാഹ് 2 ലക്ഷം രൂപയോളമാണ്. അതിൻ്റെ വിഷ്വലൈസ് ആയിട്ടുള്ള ഓഡിയോസ്, മറ്റുള്ള സംഭവങ്ങൾ, മറ്റുള്ള പെയിന്റിങ്ങുകൾ, ആർട്ട് വർക്കുകൾ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സൗണ്ട് സിസ്റ്റം എല്ലാവരും കൂടിയിട്ട് ഏകദേശം 2 ലക്ഷം രൂപയോളമാണ് അതിനെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബഹുമാന്യരായിട്ടുള്ള എല്ലാ അംഗങ്ങളും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പിന്നെ വേറെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ ബലിപെരുന്നാളിന് ശേഷം പള്ളിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അനുമതി അന്തിമ ഘട്ടത്തിലാണ്. അവർ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ തിരുത്തലുകളും നടത്തിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരാഴ്ച സമയമാണ് അത് ഓർഡറായിട്ട് കയ്യിൽ കിട്ടാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട KMDCയുടെ യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം എല്ലാവരെയും അറിയിക്കുന്നതാണ്. എത്രയും വേഗം തുടങ്ങാനും തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റി 2 വർഷം പൂർത്തിയാവുകയാണ്. രണ്ട് വർഷം പൂർത്തിയാവാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞങ്ങളിലുള്ള വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് തന്നെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മഹല്ല് കമ്മിറ്റിയുടെ പരിപാലന സമിതി മുമ്പോട്ട് പോകുന്നത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല, പള്ളിക്ക് സ്ഥായിയായിട്ടുള്ള ഒരു വരുമാനങ്ങളുമില്ല. ബഹുമാനപ്പെട്ട മഹല്ലിലെ അംഗങ്ങൾ നൽകുന്ന വരിസംഖ്യ അല്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള വരുമാനങ്ങളും ഇല്ലാതെയാണ് നമ്മൾ ഇതുവരെ ഈ പള്ളിയുടെ പരിപാലനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള സേവനങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളും എല്ലാം നമ്മളിവിടെ ഇതുവരെ നിങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ട് നടത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പ്രവാസികളെ വളരെയധികം എടുത്ത് നമ്മൾക്ക് പറയേണ്ടതാണ്. നമ്മുടെ മഹല്ലിലുള്ള ഒരുപാട് വ്യക്തികൾ, അവരുടെ മക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഒരുപാട് പേർ പ്രവാസികളായിട്ടുള്ളതുണ്ട്.
വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ മഹല്ലിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ അർഹതപ്പെട്ടവർക്ക് അവർ വിതരണം ചെയ്യുന്നുണ്ട്. കൊടുക്കുന്നത് ആർക്കാണെന്നും അറിയില്ല, വാങ്ങുന്നവർക്കും അറിയില്ല ഇത് ആരാണ് നൽകുന്നത് എന്നുള്ളത്. അത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അവരുടെ തൊഴിലുകളിലെല്ലാം അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മഹല്ല് കമ്മിറ്റിയുമായി ഇതുവരെ സഹകരിച്ച പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സഹോദരങ്ങളോടും എൻ്റെ സഹപ്രവർത്തകരോടും ആത്മാർത്ഥമായ രീതിയിൽ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. എന്തെങ്കിലും വീഴ്ചകൾ മനുഷ്യ സഹജമായിട്ടുള്ള രീതിയിൽ എൻ്റെയോ എൻ്റെ സഹപ്രവർത്തകരുടെയോ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എങ്കിൽ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ദിവസത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഭവനത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുന്നു, നിങ്ങളെല്ലാവരും അത് പൊരുത്തപ്പെട്ട് തരണം. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ, കാരണം തീർച്ചയായിട്ടും ഇതൊരു പള്ളി പൊതുസ്ഥാപനമായതുകൊണ്ട് മഹല്ലിൻ്റെ പൊതുസ്ഥാപനം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് ചെയ്യുന്നതിന് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് ആദ്യമേ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല, എല്ലാവരും പൊരുത്തപ്പെടണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്, എലൈറ്റ് ആശുപത്രിയിൽ ഇന്നലെ ഇവിടെ പിരിവെടുത്തിരുന്നു. നമ്മൾ നിങ്ങളുടെയൊക്കെ സഹകരണം നമ്മൾ ചോദിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇന്നലെ വളരെ വിശദമായി തന്നെ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോൾ വാഹനം പിടിച്ചുകൊണ്ട് വളരെ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്. 2 സർജറി കഴിഞ്ഞു, ഒരെണ്ണം കൂടി ചെയ്യേണ്ടതുണ്ട്. ഇതുവരെ സ്വയം ശ്വസിക്കാൻ ആയിട്ടില്ല, വെന്റിലേറ്ററിലാണുള്ളത്. ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത്, ഇന്നലെ രാത്രിയിലും വിളിച്ചിട്ട് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയാണ് ഇതിലേറ്റവും മികച്ചു നിൽക്കുന്നത്. ഞങ്ങളുടെ പരിമിതികൾക്കപ്പുറം നിങ്ങളുടെ പ്രാർത്ഥനകളാണ്, ദൈവത്തിൻ്റെ സഹായമാണ് വേണ്ടത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളുടെയൊക്കെ പ്രായമേ ഉള്ളൂ, വളരെ ചെറിയ 18 വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടൊന്നും പറയണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായിട്ടുള്ള ശിഫ നൽകുമാറാകട്ടെ. പരിപൂർണ ആഫിയത്തോടുകൂടി ആ ചെറുപ്പക്കാരന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. വീണ്ടും ഇതുപോലെ ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ദീനിൻ്റെ വക്താക്കളായി ജീവിച്ചുകൊണ്ട് പരിപൂർണ്ണ ഈമാനോടുകൂടിയുള്ള മരണിക്കുന്നതുവരെ പരിപൂർണ്ണ ഈമാനോടുകൂടി ജീവിക്കുവാനും മരിക്കുവാനും നാഥൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി വ്യക്തിപരമായിട്ട് എൻ്റെ പേരിലും കുർക്കഞ്ചേരി മുസ്ലിം ജമാഅത്തിൻ്റെ പേരിലും നിങ്ങളെവർക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിലേക്ക് കടക്കാം. ബലിപെരുന്നാളെന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഖിബ്ലക്ക് അഭിമുഖമായി 2 റക്അത്ത് ഇമാമിനെ തുടർന്നുകൊണ്ട് നിസ്കരിക്കുന്നുവെന്ന് നിയത്ത് ചെയ്യുക. പ്രസിഡന്റ് അവറുകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ആവർത്തിക്കുന്നില്ല, സമയം ഏറെ ആയതുകൊണ്ട് തന്നെ. നല്ല ഭംഗിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആവർത്തനത്തിലേക്ക് കടക്കുന്നില്ല. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നിയ്യത്തിൻ്റെ രൂപമാണ് പറഞ്ഞത്. ബലിപെരുന്നാളെന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഖിബ്ലക്ക് അഭിമുഖമായി ഇമാമിനെ തുടർന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നുവെന്ന് തക്ബീർ നിയ്യത്ത് ചൊല്ലി തക്ബീർ കെട്ടുക. വജ്ജഹത്ത് ഓതിയതിനു ശേഷം വീടുകളിൽ നിസ്കരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, ലൈവ് ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കുക. വജ്ജഹത്ത് ഓതിയതിനു ശേഷം ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീറുകളാണ്. രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകളാണ്. ഓരോ തക്ബീറും നിർത്തി നമ്മൾ ചൊല്ലണം. ഇമാമ് ചൊല്ലിയതിന് ശേഷമാകണ്ട് ചെല്ലേണ്ടത്. ഓരോ തക്ബീറിനിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയണം.
തക്ബീർ പെരുന്നാളിൻ്റെതായതുകൊണ്ട് തന്നെ സന്തോഷത്തെ അറിയിക്കുന്നതാണ്. അത് ഉറക്കെ തന്നെ ചൊല്ലണം. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. എല്ലാവരും ഇരിക്കുന്നതിനായിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു ഉറക്കെ ഒരു തക്ബീർ ചൊല്ലാൻ ഉഷാറാകാൻ സാധ്യതയുണ്ട്. പെരുന്നാളല്ലേ, ഒരു സന്തോഷം മുഖത്ത് കാണുന്നില്ലല്ലോ. ഇറച്ചി കിട്ടുമ്പോഴാണ് ഉണ്ടാവുള്ളൂ. ഇനി അല്ലാഹു അക്ബർ. ഞാൻ പറഞ്ഞതിൽ വലിയ കുറവുണ്ടോ? ഉറക്കൊന്നും ഇങ്ങനെയല്ലേ ഇരിക്കണേ? ഇതാണോ? അല്ലാഹു അക്ബർ. ഒന്നും കൂടി ഉഷാറാകാം. അല്ലാഹു അക്ബർ. ഈ ശബ്ദം തന്നെ ഇതായിരിക്കണം. തക്ബീർ എന്നുള്ളത് നമ്മുടെ ഐക്യത്തെ അറിയിക്കുന്നതായിരിക്കണം. നല്ല ഉറക്കെ തന്നെ ആയിരിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി നമ്മുടെ അതിഥികൾക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിലേക്ക് കടക്കാം. दोस्तों बुजुर्गों, हम ये मस्जिद में आए ईद उल अजहा नमाज अदा करने के लिए। ईद उल अजहा का दिन में हम क्या सोचना है? इब्राहिम नबी अलैहिस्सलाम के जैसे हम जीना जरूरी है। जैसे अल्लाह के लिए हम जीना चाहिए। हमारा जीना अल्लाह के लिए जरूरी है। अगर हम खुदा के लिए इबादत करेंगे वो मदद करेगा। अल्लाह का मदद कहां से मिलेगा? उसके लिए हम इबादत किया तो वो मदद करेगा हमें। यही पाठ हमारा इब्राहिम अलैहिस्सलाम के जीने से हम सीखते हैं। ईद उल अजहा के नमाज कैसे अदा करना? 2 रकात है। हनफी मजहब के जरिए सुन्नत नहीं, वाजिब है। मैं ईद उल अजहा के नमाज, ईद उल अजहा के वाजिब नमाज अल्लाह के लिए अदा करता हूँ, ऐसा नियत करना। 2 रकात में, पहली रकात में 7 तकबीर, तकबीरतुल इहराम के बाद सना बोलने के बाद 7 तकबीर बोलना है। हर एक तकबीर के बीच में सुबहान अल्लाह वल्हम्दुलिल्लाह वला इलाहा इल्लल्लाह वल्लाहु अकबर ऐसा बोलना है। हर एक तकबीर हम आवाज से, बुलंद आवाज से बोलना है। जैसे हम अभी बोला है ना, जैसे बुलंद आवाज से बोलना है। वो हमारा खुशी प्रकट करना है। അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് ചെറിയ ഖുത്ബയും കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടിയുള്ള ചെറിയൊരു ദുആയും കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടുകൂടി പെരുന്നാൾ സന്ദേശം കൈമാറിയിട്ടായിരിക്കണം പോകേണ്ടത്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടാം. الصلاة جامعة